ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞങ്ങൾക്ക് തമ്മിൽ പ്രത്യേകിച്ച് ഒരു വഴക്കോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാനും ദീപ്തിയും നല്ല സുഹൃത്തുക്കളാണ്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പിൽ ഉള്ള ഒരു നേതാവ് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷവും കൗൺസിലിൽ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നതാണ്. തീർച്ചയായും ഇനിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇന്നലെ തന്നെ സൂചിപ്പിച്ചാണ്, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ മേയർ ചർച്ച നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിന് വലിയ സമയമൊന്നും എടുത്തിട്ടില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3 ദിവസമായപ്പോൾ തന്നെ മേയർ ആരാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് KPCCയുടെ മാനദണ്ഡമുണ്ടായിരുന്നു. ലീഡർഷിപ്പൊക്കെ ആലോചിച്ചിട്ടാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. മത്സരിക്കുമ്പോൾ തന്നെ 3 പേരെയും മീഡിയ ഉയർത്തിക്കാട്ടിയിരുന്നു. ഞങ്ങൾ 3 പേരും ജയിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ അതിൽ ഒരു ലീഡർഷിപ്പിൻ്റെ തീരുമാനം അത് അന്തിമമാണ്. അതെല്ലാം ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് അതനുസരിക്കും. കാരണം ടീം UDF ആണ് വരുന്നത്. 3 മാസങ്ങൾക്ക് ശേഷം വരുന്നത് നമ്മുടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ UDFൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇതൊരു സെമി ഫൈനലാണ്. ഫൈനൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു തർക്കങ്ങളോ പിണക്കങ്ങളോ ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്നുണ്ടാവില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും.